നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നന്മ എവിടെ കണ്ടാലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അതിനെ നമ്മൾ ഉയർത്തിക്കാട്ടണം. അങ്ങനെ കണ്ട ഏറ്റവും വലിയ നന്മകളിൽ ഒന്നാണ് ശ്രീ മനാഫ് നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ വീട്ടിലെത്തുകയും അവർക്ക് തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കുകയും ഒക്കെ ചെയ്തത്. ആ മീറ്റിങ്ങില് അൽ ബാബു പ്രമുഖനായ മാധ്യമപ്രവർത്തകനാണ്. സായി കൃഷ്ണ നമുക്കെല്ലാം അറിയുന്ന സീക്രട്ട് ഏജന്റ് ആണ്. ഖാദർ കൈപ്പൊടി അദ്ദേഹം പബ്ലിക് കേരളയുടെ വ്യക്തിയാണ്. നൌഷാദ് തെക്കയിൽ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. വിനോദ് മേക്കോത്ത് അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഇവരെല്ലാം കൂടെ ചെല്ലുകയും മനാഫിനും അർജുന്റെ കുടുംബം, അർജുൻ നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. അർജുൻ ഇന്നും നമ്മുടെ എല്ലാം മനസ്സുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ അർജുന്റെ കുടുംബത്തിലുണ്ടായ ചെറിയ തെറ്റിദ്ധാരണകൾ, അതിപ്പോ എന്താന്ന് പോലും നമ്മൾ ഇനി നോക്കണ്ട, ആ തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കുന്ന വീഡിയോ കാണാൻ ഇടയായി. ഏറ്റവും ഹൃദ്യമായ മനോഹരമായ ഒരു സംഭവമാണ്. നമുക്കെല്ലാം ഇടയിൽ ഇത് നമ്മളും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് പറഞ്ഞു തീർക്കുകയും പ്രശ്നങ്ങൾ തീരുകയും ചെയ്യുമ്പോഴാണ് നന്മയുണ്ടാകുന്നത്. അത് എന്താ പറയണേ, നമുക്ക് അർജുനും ഒരു പക്ഷേ കാണാമറയത്ത് നിന്ന് അതിൽ സന്തോഷിക്കുന്നുണ്ടാവും. കേരളത്തിന്റെ എല്ലാം പ്രിയപ്പെട്ടവരായി അർജുന്റെ കുടുംബം മാറുകയുണ്ടായി. അർജുന്റെ അമ്മയും വീട്ടുകാരെയും എല്ലാം നമുക്കിന്ന് അറിയാം. കാര്യം നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് അവർക്ക് വേണ്ടി. മനാഫും യഥാർത്ഥത്തിൽ ആ അന്വേഷണത്തിന് ഏറ്റവും ശക്തമായ സപ്പോർട്ട് കൊടുത്തത് മനാഫാണ് എന്ന് നമുക്കറിയാം. ഈശ്വൽ മാൽപ്പയെ പോലുള്ള ഒരുപാട് പേരാണെന്നറിയാം. ഇതിലൊന്നും നെഗറ്റീവ് അല്ല, എല്ലാവരും പോസിറ്റീവാണ്. കേരളവും സപ്പോർട്ട് ചെയ്തു, കർണാടകവും സപ്പോർട്ട് ചെയ്തു. എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിടുകയും ചെയ്യാം. അവിടെ മനാഫ് അർജുന്റെ വീട്ടിലേക്ക് എത്തുകയും സംസാരിച്ച് എല്ലാം സന്തോഷപൂർവ്വം ആ വിഷയങ്ങളെല്ലാം മാറുകയും ആ കുടുംബങ്ങൾ ഒന്നാകുകയും ചെയ്യുന്നത് നമുക്ക് മാതൃകയാണ്. അത് ദൈവീകമായ ഒരു കാര്യമാണ്. അത് നന്മയിൽ അടിസ്ഥാനമായ ഒരു കാര്യമാണ്. അവരുടെ ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം. എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. എനിക്ക് തയ്ച്ചു തന്ന ശ്രീ അൽ ബാബു അടക്കമുള്ള സീക്രട്ട് ഏജന്റ് സായി അടക്കമുള്ള എല്ലാവർക്കും നന്മ പറയുന്നു. സായിയെ കൂടി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവർക്കും അതിൽ ആ നന്മ നേരുന്നു. ആ നന്മ നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. മനോഹരമായ ആ വീഡിയോ കൂടി നമ്മൾ കാണേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അർജുൻ്റെ വിഷയം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ വിഷമമുണ്ട് നമുക്കൊക്കെ. അത് പരിഹരിക്കണം. ആ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും. അത് പരിഹരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് ഇന്ന് അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായതിൻ്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും, അപ്പോൾ മനാഫ് ആ കാര്യം ഇന്നിവിടെ വന്നപ്പോൾ ക്ലിയറായി അർജുൻ്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞപ്പോൾ മനാഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു. അല്ല മനാഫെ? ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല. നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനാഫായിരുന്നു. അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി. മനാഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്തുദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ്
പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കുക. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കും ഒക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാന്നുള്ള രീതിക്ക് ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ആൾ, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയാ, അവർക്കിപ്പോൾ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള ആക്കണം. വർഗീയ നമ്മളിപ്പോ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത്. ഇത് കേരളത്തിന് ഇടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം. അല്ല, വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല. ഇത് കുറച്ച് എന്താ പറയുക, പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ്. എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇപ്പം ജനങ്ങളിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പം അതിൽ വന്ന് കുറേ പാകപ്പഴൊക്കെ അതിലുണ്ടേനി, കുറേ കാര്യങ്ങൾ എത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉണ്ടായുള്ളൂ. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം. അവിടെയുള്ള നല്ല നല്ല അവിടെ പണിയെടുത്തിക്കണ് നമ്മൾ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കണ് ജിതിൻ്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയുക, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പോൾ ഇവനക്ക് ഇത്ര പരിധി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും, ഒരാളും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ്, അങ്ങോട്ട് ഇതായിപ്പോയത്. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണേ, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ, അപ്രിഷ്യേറ്റ് ചെയ്യുന്നേ വേണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാ, ഓക്കെ, ഇവൻ ഒഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ്. സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫാൾട്ട് ഏതൊരു എന്താ പറയുക ആളുകൾക്കും ഉണ്ടാവും. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, ആർക്കും പറ്റും. അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലല്ലോ നമ്മള്. ഇതിന് എന്താ പറയുക ഇനി അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പോരുത്. ഈ കമന്റ്, ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരളം കണ്ട സൂപ്പർ കമന്റ് ആയിരിക്കണം. അതായിരിക്കും. മുബിൻ എന്ത് പറയാനുള്ള മുബിനെ? ഇത് നമ്മളൊരു സാഹോദര്യത്തിന്റെ ഒരു പ്രതീകമാണ്. നമ്മളിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഭയമൊന്നുമില്ല.
നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല, നിലവിലും ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല, മുബീൻഖാനെ കുറിച്ചൊക്കെ കാര്യം പറയാനുള്ളത്, ഞങ്ങള് പിന്നെ മനാഫ്ഖാന്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട്. ഇനി ഞാനും മുബീൻഖാൻ എനിക്ക് പിന്നെ അർജുൻ്റെ ഒരു മാതിരിയുള്ളൊരു ഫീല് തോന്നി. അത്രയും ആത്മബന്ധം ഒരേ റൂമിൽ താമസിച്ച് ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ടൊരു അവസാനം അല്ലേ? അത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല. സായി ഒന്ന് ഇത് പറഞ്ഞിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യണം. നോക്ക്. ഇല്ല, എനിക്ക് ഇവർ ഈ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എൻ്റെ സന്തോഷം മനോഹരം. പറയുന്നത്. എനിക്ക് അതാണ് ഏറ്റവും കാര്യം. എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ, ഇപ്പം ഇവരെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുമുണ്ട്. സോ അവർ മനസ്സിലാക്കേണ്ടത് ഇതാ, അഭിജിത്താണെങ്കിലും മനാഫാണെങ്കിലും ജിതിനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ തീർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ. പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും, എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടോടുകൂടി എൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു. എനിക്ക് അത്രയേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല. നമ്മളെ ഇപ്പം ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലൊന്നും നമുക്കാർക്കും വരുന്നില്ല, കാരണം നമുക്കത് ശീലമുള്ള ആൾക്കാരാണ്. ഇവർക്ക് അത് അങ്ങനെയല്ല, ഈ ഫാമിലി അങ്ങനെയല്ല, ഇവരാരും അങ്ങനെയല്ല. അതുകൊണ്ട് അവർക്കത് കിട്ടുന്നത് നിന്ന് പോകുന്ന അൾട്ടിമേറ്റ്ലി ഉള്ളൂ. അതിന് സഹായിച്ച ഓരോരുത്തർക്കും, ബാബുബായിക്കാണെങ്കിലും ഇനി ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയാണ്. ഇതോടുകൂടി പ്രശ്നം തീരുമ്പോഴുള്ളൊരു സമാധാനം. ഈ ഇത് കേട്ടുന്ന നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല, ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത്. സകല മനുഷ്യർക്കും ഇന്ത്യയും അർജുൻ്റെയും ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്.